എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 150 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഹോളിഡേയ്സ് ആണെങ്കിൽ രാവിലെ 11 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രാത്രി 9 മണി വരെ ഉണ്ട്. ഇനി വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 9 മണി വരെ ഉണ്ട്. ഇതുവഴിയാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഒരു ബേഡ് വന്ന് പെട്ടെന്ന് എൻ്റെ മുടിയിലോട്ടിരുന്നു കേട്ടോ. കുരുവിക്കൂട് പോലെയുള്ള മുടി ആയതുകൊണ്ട് അതിനി കൂടാണെന്ന് കരുതി കയറിയിരുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. കുറേ നേരമായിട്ട് അത് എൻ്റെ മുടിയിൽ തന്നെ ഇരുന്നു. കുറച്ച് നേരം മോൻ അത് വാങ്ങാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഇഗ്വാന പോലുള്ള കുറേ ജീവികളുണ്ട്, ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ കയ്യിൽ ബേഡ്സ് ഒന്നും ഇരുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഇവിടെയുള്ള ആൾ തന്നെ നമ്മുടെ ഒരു ബേഡിനെ എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒരു എടുത്ത് തലയിലും വെച്ച് കൊടുത്തു. ഇത് രണ്ടും ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത് മറ്റൊരു ബേഡ് വന്ന് അവൻ്റെ ബാക്കിലോട്ട് ഇരിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം അതൊക്കെ എൻജോയ് ചെയ്തു. കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാകും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പക്ഷികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് വൈറ്റ് കളർ പാരറ്റും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ പക്ഷികളൊക്കെ ഇവിടെ തന്നെ ചുറ്റും വട്ടമിട്ട് പറക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇതൊന്നും പുറത്തോട്ട് പറന്നു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനെ മെരുക്കി വളർത്തിയത് കൊണ്ടായിരിക്കാം. പിന്നെയുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രഥം പോലെയുള്ളൊരു സംഭവമാണ് കേട്ടോ. എന്താണിതൊന്നും അറിയത്തില്ല. ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരൊന്നും ഇതൊക്കെ വളരെ ചെറിയ മീനുകളാണ്. ഇതെല്ലാം കൂടി ഒരു സൈഡിലോട്ടൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂട്ടമായിട്ടൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. പല അക്വേറിയങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ സ്റ്റാർ ഫിഷൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വെറൈറ്റിയാണ്. ഈ സെക്ഷൻ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ ഗാർഡനാണ്. ഗാർഡൻ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. എല്ലാം കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ജീവികളൊക്കെ വെച്ചിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതി. ഫ്ലവേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പൂവ് പോലെ തോന്നിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള ട്രീകളും വളരെ മനോഹരമാണ്. അടുത്തത് നല്ല രസമുള്ള ഒരു ആമക്കുട്ടനും പുലിക്കുട്ടനും ഗജവീരനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാ പേരും ഒരു റോബോട്ടിക് മൂവ്മെൻ്റ് ഒക്കെ ഉള്ളവരാണ്. ആമയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കരുതി ചെന്നതാണ്. ആമയാണെങ്കിൽ തല അങ്ങോട്ടാട്ടുന്നു ഇങ്ങോട്ടാട്ടുന്നു. അത് കാരണം ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയതുമില്ല. ആമയുടെ തൊട്ടടുത്ത് തന്നെ അടുത്തുള്ളത് ആനയാണ്. അത് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ
നീട്ടുന്നുണ്ട്, തലയാട്ടും, അങ്ങനെയൊക്കെയുള്ള മൂവ്മെൻ്റുള്ള ആനയാണ് കേട്ടോ. നമുക്ക് ഒറിജിനൽ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ആനയാണിത്. നല്ല നീള കൊമ്പൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജുറാസിക് പാർക്കിലെ ദിനോസേഴ്സിൻ്റെ ഓർമ്മപ്പെടുത്തലുമായിട്ടൊരു ദിനോസർ നിൽപ്പുണ്ട്. അത് നല്ല രീതിയിൽ തലയാട്ടുകയൊക്കെ തിരിച്ച് ഹായ് കാണിക്കും, ഷേക്ക് ഹാൻഡ് തരും, നമ്മൾ അടുത്തോട്ടൊക്കെ വന്ന് കുറേ നേരമൊക്കെ ഇരിക്കും ഒക്കെ ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാവും. കണ്ടില്ലേ, അതിപ്പോൾ നമ്മളടുത്ത് വന്ന് നമ്മളടുത്ത് കൈയൊക്കെ തരുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഈ ഒറിജിനൽ നായ്ക്കുട്ടിയൊക്കെ ചെയ്യുന്നത് പോലെ ഇത് നമ്മുടെ കാലിനോട് അടുത്ത് ചേർന്ന് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അതായത് ചിലർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ചിലവരൊക്കെ ഓടുന്നുണ്ട്, ചിലവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പുകളാണ് കേട്ടോ ഇനിയുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള പപ്പടങ്ങളുള്ള ഷോപ്പുകൾ, പിക്കിൾസൊക്കെ വിൽക്കുന്ന ഷോപ്പ്, പിന്നെ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ ആക്സസറീസ്, നെറ്റിപ്പട്ടം, അങ്ങനെയുള്ള ട്രഡീഷണൽ സംഭവങ്ങൾ അങ്ങനെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. നമ്മുടെ പഴയ കാല മിഠായികളൊക്കെ അല്ലേ, നമ്മുടെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന മിഠായികൾ, അപ്പോൾ അതൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഒരു ഫുഡ് കോർട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വലിയ ഫുഡ് കോർട്ടാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, നാടൻ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ വേണമെന്നുള്ളവർക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ ഫാമിലി ഗെയിം സോണുണ്ട്. അതോടുകൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റ് അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.